പത്തനംതിട്ടയിലെ സഖാക്കൾ പാലം വലിക്കുമോ എന്ന ആശങ്കയിൽ തോമസ് ഐസക്. ആലപ്പുഴക്കാരനായ ഐസക്കിനെ പത്തനംതിട്ടയിൽ പരീക്ഷിക്കാൻ പിണറായി തീരുമാനിച്ചതോടെ പത്തനംതിട്ട ലോക്സഭാ സീറ്റിലേക്ക് കണ്ണും നട്ടിരുന്ന മുൻ MLA രാജു എബ്രഹാം നിരാശയിലാണ്. രാജു എബ്രഹാമിന്റെ പാരയും ഐസക് പ്രതീക്ഷിക്കുന്നുണ്ട്. പത്തനംതിട്ട സീറ്റ് ഉറപ്പിച്ച ഐസക് വിശ്വസ്തരുടെ യോഗം കഴിഞ്ഞ ദിവസം ദേശീയ ശ്രദ്ധ നേടിയ ആലപ്പുഴയിലെ IT വിദഗ്ധന്റെ വീട്ടിൽ വിളിച്ചിരുന്നു. IT വിദഗ്ധർ അടങ്ങുന്ന PR ടീമിനെ നിയോഗിക്കാനാണ് തീരുമാനം. വിവിധ മേഖലകളിലെ പ്രഗത്ഭരും PR ടീമിൽ ഉണ്ടായിരിക്കും. അമേരിക്കയിൽ നിന്നുള്ള IT വിദഗ്ധനും പ്രമുഖ കൺസൾട്ടന്റും PR ടീമിലുണ്ട്. പരമാവധി വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുക എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്നും മാറി ഐസക്കിന്റെ വീഡിയോകൾ എല്ലാ വീട്ടിലും എത്തിക്കുക എന്ന രീതിയാണ് അവലംബിക്കുക. ഐസക്കിന്റെ ഭൗതിക പശ്ചാത്തലം കൃത്യമായി ഉപയോഗിച്ചാൽ പത്തനംതിട്ടക്കാർ വോട്ട് ചെയ്യും എന്നാണ് ദേശീയ ശ്രദ്ധ നേടിയ IT വിദഗ്ധന്റെ ഉപദേശം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയുടെ ജനകീയത മറികടക്കാൻ ഐസക്കിനാകുമോ എന്ന് കണ്ടറിയണം. BJP സ്ഥാനാർത്ഥിയായി PC ജോർജ് എത്തുന്നതോടെ ശക്തമായ ത്രികോണ മത്സരം പത്തനംതിട്ടയിൽ നടക്കുമെന്ന് ഉറപ്പായി. CPMന് വേണ്ടി കഴിഞ്ഞ തവണ മത്സരിച്ച വീണ ജോർജ് ആന്റോ ആന്റണിയുടെ ജനകീയതയ്ക്ക് മുന്നിൽ അടിതെറ്റി വീണു. 44,243 വോട്ടിനായിരുന്നു ആന്റോ ആന്റണിയുടെ വിജയം. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച K സുരേന്ദ്രൻ 2,97,396 വോട്ട് നേടി 3-ാം സ്ഥാനത്തായി. പത്തനംതിട്ട ലോക്സഭാ പരിധിയിലുള്ള ഈരാറ്റുപേട്ട സ്വദേശിയായ PC ജോർജ് മണ്ഡലത്തിൽ സുപരിചിതനാണ്. രാജു എബ്രഹാമിന്റെ പാരയും പത്തനംതിട്ടയിലെ സഖാക്കളുടെ അപ്രീതിയും ഐസക് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ട. പാർലമെന്റ് ഇലക്ഷനിൽ CPMന് എന്തു കാര്യം എന്ന ചോദ്യങ്ങളും ശക്തമാണ്. രാഹുൽ ഗാന്ധിയും മോദിയും പരസ്പരം പോരാടുന്ന പോരാട്ടത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്കൊഴുകാനാണ് സാധ്യത. കേരളത്തിൽ നിന്ന് പരമാവധി 20 സീറ്റുകളിലും ജയിക്കാനാണ് കോൺഗ്രസ് തന്ത്രം മെനയുന്നത്. പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗവും ശക്തമാണ്. മാസപ്പടി നിഴലിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം. ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, പ്രതികൂല ഘടകങ്ങൾ നിരവധിയുമുണ്ട്. IT വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള PR ടീമിനെ ഇറക്കി പത്തനംതിട്ടയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഐസക്കിന്റെ ശ്രമം. ഐസക് എത്തിയതോടെ മസാല ബോണ്ടിന്റെ അഴിമതിയും പത്തനംതിട്ടയിൽ വൻ ചർച്ചയായി മാറും.